വെൽക്കം ടു CC Plus. അപ്പോൾ നമ്മുടെ സിലബസിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡാൻസ് ഫോംസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡാൻസ് ഫോംസ് ഏതാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ അതിൽ ക്ലാസിക്കൽ ഡാൻസ് ഫോംസും ഉണ്ട്, അതുപോലെ തന്നെ ഫോക്ക് ഡാൻസ് ഫോംസും ഉണ്ട്. അപ്പോൾ ആദ്യം 8th ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ് ഉണ്ടായിരുന്നത്. 8 ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ആണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അതിലേക്ക് ചാവു എന്നുള്ളൊരു ഡാൻസ് ഫോം കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഇപ്പോൾ അത് 9 ആയിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഡാൻസ് ഫോംസ് അത് ഏത് സ്റ്റേറ്റിൽ നിന്നാണ് അതിൻ്റെ ഒറിജിൻ തുടങ്ങിയ ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഭരതനാട്യം. ഭരതനാട്യം എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഡാൻസ് ഫോം ആയിട്ടാണ് ഭരതനാട്യത്തിനെ കാണുന്നത്. അപ്പോൾ ഭരതനാട്യം തമിഴ്നാട് സ്റ്റേറ്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ്. പ്രധാനമായും സ്ത്രീകളാണ് ഭരതനാട്യം കളിക്കുന്നത്. പ്രധാനമായും സ്ത്രീകളാണ് ഭരതനാട്യം കളിക്കുന്നത്. ഒറിജിൻ എന്ന് പറയുന്നത് ഭരതനാട്യത്തിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് തമിഴ്നാടു. ദെൻ കഥക്. കഥക് മീൻസ് സ്റ്റോറി ടെല്ലിങ്, അല്ലെങ്കിൽ കഥ പറയുന്നു എന്നുള്ളൊരു മീനിങ്. അപ്പോൾ ദ വൺ ഹൂ ടെൽസ് സ്റ്റോറി, കഥ പറയുന്ന ആൾ എന്നുള്ള ഒരു മീനിങ് വരുന്ന കഥക് എന്നുള്ള ഡാൻസ് ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ്. ഉത്തർപ്രദേശാണ് ഏത് കഥക് എന്ന ഡാൻസ് ഫോമിൻ്റെ ഒറിജിനേറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. തേർഡ് വൺ കഥകളി. കഥകളി ഈസ് ഒറിജിനേറ്റഡ് ഫ്രം കേരള. അത് നമുക്കെല്ലാം പരിചയമുള്ളതാണ്. നമ്മുടെ സ്വന്തം സ്റ്റേറ്റായ കേരളത്തിൽ നിന്നാണ് കഥകളിയുടെ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ കഥകളിയും അതുപോലെ തന്നെ കഥകിൻ്റെ മറ്റൊരു രീതി സ്റ്റോറി പ്ലേ ആണേത് കഥകളി എന്ന് പറയുന്നത്. കഥകളിയിൽ ഒത്തിരി വേഷങ്ങളും ഒത്തിരി ഡാൻസ് ഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരും ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. നെക്സ്റ്റ് വൺ ആണ് കുച്ചിപ്പുടി. കുച്ചിപ്പുടി നമുക്ക് കേട്ട് പരിചയമായൊരു ഡാൻസ് ഫോമാണ്. അത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഒറിജിൻ. അത് നമ്മൾ യൂത്ത് ഫെസ്റ്റിവൽസിലും കലോത്സവങ്ങളിലൊക്കെ നമ്മൾ കാണാറുള്ള കുച്ചിപ്പുടിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. ദെൻ നെക്സ്റ്റ് വൺ ഒഡീസി. ഒഡീസി എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒഡീഷ എന്നുള്ള സ്റ്റേറ്റിൽ നിന്നാണ് ഒഡീസി എന്ന ഡാൻസ് ഫോം ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ഓൾഡർ ലിറ്ററേച്ചർ ഫോമാണ്. അത് ആൻഷ്യൻ്റ് ഇന്ത്യയിലെ, അതായത് പുരാതന ഇന്ത്യയിലെ ഒരു മേജർ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ് ഒഡീസി. ദെൻ നെക്സ്റ്റ് വൺ സത്രിയ. സത്രിയ ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ആസാം. ആസാമിൻ്റെ മേജർ ഡാൻസ് ഫോമാണ് സത്രിയ. സത്രിയ, ബിഹു തുടങ്ങിയതൊക്കെയാണ് ആസാമിലെ ഡാൻസ് ഫോംസ്. അതിൽ ക്ലാസിക്കൽ ഡാൻസ് ഫോമിലേക്ക് ആസാമിൽ നിന്ന് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് സത്രിയ. ദെൻ നെക്സ്റ്റ് മണിപ്പൂരി. മണിപ്പൂരി ഈസ് ഫ്രം മണിപ്പൂർ സ്റ്റേറ്റ്. അത് ജാഗോയ് എന്നുള്ള പേരിലും മണിപ്പൂരി ഡാൻസ് അറിയപ്പെടുന്നു. അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ടൊരു ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്. നെക്സ്റ്റ് വൺ മോഹിനിയാട്ടം. കഥകളിയെ പോലെ തന്നെ കേരളത്തിൻ്റെ സ്വന്തം ഡാൻസ് ഫോമാണ് മോഹിനിയാട്ടം. മോഹിനി ആടുന്നു എന്നുള്ള അർത്ഥത്തിൽ മോഹിനിയാട്ടം വരുന്നു. അപ്പോൾ അത് പ്രധാനമായും ഭക്തിയുടെ ഇതായും കാണുന്നുണ്ട് മോഹിനിയാട്ടത്തിന്. പിന്നെ പ്രധാനമായും ഫീമെയിൽ വേഷമാണ് ഏതിന് മോഹിനിയാട്ടത്തിന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ദെൻ ചാവു ഡാൻസ് ഓൾസോ ഈസ് എ ക്ലാസിക്കൽ ഡാൻസ് ഫോം. അതാണ് 9ാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ പറഞ്ഞ ഏതൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ച പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഡാൻസ് ഫോംസ്? 8 ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ആണ് പഠിച്ചത്. ഭരതനാട്യം, മോഹിനിയാട്ടം, കഥക്, കഥകളി, കുച്ചിപ്പുടി, സാത്രിയ, ദെൻ ചാവു. അപ്പോൾ ഈ 8 ഡാൻസ് ഫോംസും അതിൻ്റെ കൂടുതൽ ഈച്ച് ആൻഡ് എവറി പോയിന്റും നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ എല്ലാ എക്സാംസിനും ഇപ്പോൾ നിങ്ങൾ സ്കോളർഷിപ്പ് എക്സാംസ് എഴുതുന്നുണ്ടാവും, അതുപോലെ തന്നെ നവോദയ എഴുതുന്നുണ്ടാവും, സൈനിക സ്കൂൾ എൻട്രൻസ് എക്സാംസ് എഴുതുന്നുണ്ടാവും. അതുപോലെ വലിയ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ കൂടുതൽ സ്കോളർഷിപ്പ് എക്സാംസും, പിന്നെ നിങ്ങൾ ഭാവിയിൽ PSC ആയാലും നമ്മുടെ സിവിൽ സർവീസ് കോഴ്സ് കഴിഞ്ഞ് സിവിൽ സർവീസ് എക്സാം എഴുതുമ്പോഴും ഒക്കെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡാൻസ് ഫോംസ്. അത് നമ്മുടെ സിലബസിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് അറിയാമോ? സാറ്റർഡേ ആൻഡ് സൺഡേ 1 hour ലൈവ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. 3 മാസത്തെ ഒരു കോഴ്സാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ ലൈവ് ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ഇൻറ്ററാക്റ്റീവായിട്ട് ഇതിൻ്റെ എല്ലാ പോയിന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിച്ച് പഠിക്കാം. നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ്. അപ്പോൾ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിനായി നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി.